ശശി തരൂർ സാർ ഒരു ട്വീറ്റ് ചെയ്തു. KCA ഓഫീഷ്യൽസിൻ്റെ ഈഗോ കാരണമാണ് സഞ്ജു സാംസണെ വിജയ് ഹസാരെ ടീമിൽ എടുക്കാത്തതും, അതുമൂലം അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ടീമിലുള്ള പ്ലേസ് നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാര്യം ഇന്ത്യൻ ടീം സെലക്ട് പല മാനദണ്ഡങ്ങളുണ്ട്. ഞാൻ പറയല്ലോ, T20 ടീമിൽ 2 സെഞ്ചുറിയും ഒക്കെ അടിച്ച് ഫോമിലേക്ക് നിൽക്കുന്ന ഒരു സഞ്ജു സാംസനെ ഒരു വിജയ് ഹസാരെ ടൂറിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യൻ ടീമിൻ്റെ സെലക്ടേഴ്സ് നോക്കുന്നത്. ഈ സെലക്ഷൻ ട്രയൽസ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് BCCIയുടെ CEO ഹേമങ് അമീൻ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ നിലനിൽക്കുന്നുണ്ടോ KCA സഞ്ജു. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ നിലനിൽക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ആ ടോക്കിലെ ഡിസ്കഷനിലെ ഭാഗമാവില്ലായിരുന്നു. സഞ്ജു സാംസൺ ഡിസ്കഷൻ്റെ ഭാഗമായിരുന്നു. അത് രോഹിത് ശർമ്മക്കാർക്കൊക്കെ പറയുന്നുണ്ട്, സഞ്ജു കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് രോഹിത് ശർമ്മയും സീനിയർ പ്ലേയേഴ്സിനെയും കൺസിഡർ ചെയ്തപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നില്ല. ആ ഒരു അടിസ്ഥാനത്തിലാണ് സഞ്ജുവിന് ടീമിൽ സ്ഥാനം അല്ലെങ്കിൽ അവർ കൺസിഡർ ചെയ്യാതെ പോയത്. ഈഗോ ഒരു പ്രശ്നം കാരണമാണെങ്കിൽ സഞ്ജു സാംസൺ ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പരയിലുണ്ട്. അപ്പോൾ KCA ഓഫീസേഴ്സിൻ്റെ ഈഗോയോ KCA ഓഫീസേഴ്സായിട്ടുള്ളൊരു ടഗ് ഓഫ് വാറോ ഉണ്ടെങ്കിൽ സഞ്ജു സാംസൺ എങ്ങനെയാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഈ 5 T20 മാച്ചിൽ അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം ഉറപ്പിക്കുക? KCA ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ, ഒരു BCCയുടെ കീഴിലുള്ള സംഘടനയിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടെങ്കിൽ സഞ്ജു സാംസൺ അവിടെ കളിക്കുമായിരുന്നു, അല്ല അദ്ദേഹത്തിന് T20 കിട്ടുമായിരുന്നു? ഇല്ല. അപ്പോൾ ഇത് അനാവശ്യമായൊരു വിവാദമാണ്. സഞ്ജു സാംസനെ KCA വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 14 വയസ്സ് മുതൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ രഞ്ജി ട്രോഫി കൊടുത്തു. മുൻ സെക്രട്ടറി TC മാത്യുവിൻ്റെ സമയത്താണ് അദ്ദേഹത്തിന് രഞ്ജി ട്രോഫി കൊടുക്കുന്നത്. ഞാനന്ന് മാനേജറായിരുന്നു. ശ്രീശാന്തിൻ്റെ കയ്യിൽ നിന്നാണ് ക്യാപ്പ് വാങ്ങിക്കുന്നത്. ഒരു സഞ്ജു സാംസൺ എന്നൊരു സീനിയർ പ്ലെയർ, ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യേണ്ട ഒരു പ്ലെയർ, സീനിയർ, ഞങ്ങൾ പറഞ്ഞല്ലോ, വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ക്യാപ്റ്റനായിട്ട് തീരുമാനിച്ച അദ്ദേഹം അവിടെ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അദ്ദേഹം അവിടെ തീർച്ചയായിട്ടും പങ്കെടുക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു സ്പെസിഫിക് റീസൺ വേണം. എനിക്ക് സുഖമില്ല, എനിക്ക് കാര്യങ്ങളുണ്ട്, ഞാൻ ഇത്ര ദിവസം ഉണ്ടാവില്ല, ഇത് കഴിയുമ്പോൾ ഞാൻ വന്ന് കളിക്കും. ഇത് ഒരു വൺ ലൈനർ, ഐ ആം നോട്ട് അവൈലബിൾ ഫോർ വിജയ് ഹസാരെ ക്യാമ്പ് ഞങ്ങൾ കാണിച്ചു തന്നല്ലോ. ആ ഒരു സാധനം അല്ലല്ലോ ഒരു സീനിയറായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സഞ്ജുവിനുമായിട്ടുള്ളൊരു പ്ലെയർ ഒരു അസോസിയേഷൻ്റെ അടുത്ത് കാണിക്കേണ്ട കാര്യം. ഇത് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസൺ ഇന്ത്യ കളിച്ചത്.